മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് രാജ്ഗർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയ ആണ് അത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 18, 2023 രൺവീർ എന്ന് പറയുന്ന ഒരു പയ്യൻ ആ ഒരു ഫോർട്ട് കാണാനും മറ്റും അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് 2 മണിയായിട്ടുണ്ടാവും. അത്യാവശ്യം ചൂടൊക്കെ ഉള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ അധികം ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പയ്യൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫൗൾ സ്മെല്ല് വരാണ്. അപ്പോൾ എവിടെ നിന്നാണ് ആ ഒരു സ്മെല്ല് വരുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്മെല്ലിൻ്റെ ഡയറക്ഷനിലോട്ട് ആ പയ്യനിങ്ങനെ നടന്നു പോവുകയായിരുന്നു. നടന്ന് ആ ഒരു സ്മെല്ലിൻ്റെ ഉറവിടം കണ്ടെത്തിയപ്പോൾ ആ പയ്യൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു. ഒരു മനുഷ്യന്റെ ബോഡി അഴുകിയ നിലയിൽ കിടക്കുന്ന കാഴ്ചയായിരുന്നു രൺവീർ കണ്ടത്. ഉടനെ തന്നെ ആള് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അവരെത്തി നോക്കിയപ്പോൾ അത് ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. അപ്പോഴത്തേനും ഫോറൻസിക് ടീമും മെഡിക്കൽ ടീമും ഒക്കെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെഡിക്കൽ ടീം നോക്കുന്ന ആ ഒരു ടൈമിൽ ഈ സ്ത്രീയുടെ ദേഹത്ത് ഒരുപാടധികം വെട്ടേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തലയിൽ എന്തോ ശക്തമായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. കല്ലായിരിക്കാം എന്നുള്ളൊരു അസംഷനിലോട്ടാണ് അവർ എത്തിയത്. ആ ഒരു ഏരിയ മുഴുവൻ പരിശോധിച്ച പോലീസുകാർക്ക് അവിടെ നിന്ന് ഒരു മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ ഒരു ബാഗ്, ഒരു കൂളിംഗ് ഗ്ലാസ്, വൈറ്റ് ഷൂസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ അടുത്തുള്ള എല്ലാ സ്റ്റേഷനുകളിലോട്ടും അലേർട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു സ്ത്രീയുടെ മൃതദേഹം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വല്ല മിസ്സിംഗ് കംപ്ലയിൻസും വല്ല സ്റ്റേഷനുകളിൽ നിന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്. അപ്പോൾ ആരാണ് ആ ഒരു സ്ത്രീ? ആരാണ് ആ ഒരു സ്ത്രീയെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത്? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പോലീസുകാർ ബാക്കി സ്റ്റേഷനുകളിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ഈ ബോഡി കിട്ടുന്നതിനും 4 ദിവസം മുൻപ്, അതായത് ജൂൺ 14, 2023 മൽവാദ് പോലീസ് സ്റ്റേഷനിൽ ഇതേപോലെ തന്നെ ഒരു പാരൻസ് വന്നിട്ട് മകളെ കാണാനില്ല എന്ന് പറഞ്ഞൊരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദർശന എന്നായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പേര്. അതുപോലെ തന്നെ 26 വയസ്സായിരുന്നു ആ കുട്ടിയുടെ പ്രായം. അങ്ങനെ പോലീസുകാർ ദർശനയുടെ പേരൻസിനെ കോൺടാക്ട് ചെയ്യുകയാണ്. രാജ്ഗർ ഫോർട്ടിൻ്റെ അവിടെ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ബോഡി കിട്ടിയിട്ടുണ്ടെന്നും അത് നിങ്ങളുടെ മകളുടെ ബോഡിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്നും ഒന്ന് വന്ന് കൺഫേം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു കോളായിരുന്നു അത്. അങ്ങനെ ഈ പാരൻസ് നേരെ ഈ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തി അവിടെയുള്ള മോർച്ചറിയിൽ കയറിയിട്ട് ആ ഒരു ബോഡി നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർ തകർന്നു പോവുകയായിരുന്നു. അത് അവരുടെ മകളായിട്ടുള്ള ദർശനയുടെ ബോഡി തന്നെയായിരുന്നു. അങ്ങനെ ഈ പാരൻസിനെ സമാധാനിപ്പിച്ചതിന് ശേഷം പോലീസുകാർ മകള് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ഈ ബോഡി കിട്ടുന്നതിനും ഏകദേശം 6 ദിവസം മുൻപ്. അപ്പോൾ അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ രാജ്ഗർ ഫോർട്ട് കാണാൻ പോകണമെന്ന് മകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ സുഹൃത്തായിട്ടുള്ള രാഹുലിൻ്റെ ഒപ്പമാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അന്ന് വൈകുന്നേരമായിട്ടും ഈ മകളുടെ ഭാഗത്തു നിന്ന് കോളും കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് ഈ പാരൻസ് അങ്ങോട്ട് തിരിച്ചു വിളിച്ച് നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ടൈം ഒന്ന് റിങ് ചെയ്തു, അതിനുശേഷം കോൾ കട്ട് ചെയ്തു. എന്നാൽ അതിനുശേഷം വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നായിരുന്നു അവർ പോലീസിനോട് പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ട് പേടിച്ചിട്ട് അവർ രാഹുലിനെ വിളിച്ചു നോക്കി. രാഹുലിൻ്റെ ഫോൺ അപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ രാഹുലിൻ്റെ ഫാമിലിനെ കോൺടാക്ട് ചെയ്യാണ്. അവർ ട്രൈ ചെയ്തിട്ടും ഇവർ 2 പേരെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 2 ഫാമിലി മെമ്പേഴ്സ് കൂടെ ആ ഒരു ഫോർട്ടിൻ്റെ അവിടെ വന്നിട്ട് അവരെവിടെയെന്നുള്ളത് അന്വേഷിച്ചു. അതായത് ആ ഒരു ഏരിയ മുഴുവൻ അവർ അരിച്ചു പറക്കുക. എന്നാൽ ഇവരെ 2 പേരെയും അവർക്ക് അവിടെ നിന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എത്രയൊക്കെ അന്വേഷിച്ചിട്ടും 2 പേരുടെയും യാതൊരു ക്ലൂ ഇല്ലാത്തത് കൊണ്ട് ദർശനയുടെ പാരൻസ് പോയിട്ട് ആദ്യം തന്നെ ഇത്തരത്തിലുള്ളൊരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാണ്. പിറ്റേ ദിവസം, അതായത് ജൂൺ 15, 2023 രാഹുലിൻ്റെ പേരൻസും മകനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസുകാർ നോക്കുമ്പോൾ 2 പേരെയും കാണാനുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് ദർശനയുടെ ബോഡി മാത്രമാണ് കിട്ടിയത്. അതുപോലെ തന്നെ 2 പേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ രാഹുലിനും ഇനി ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സംശയവും പോലീസിന് ഉണ്ടാവുകയാണ്. പിന്നെ ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം നടന്നതുകൊണ്ട് തന്നെ ഒരു 5 സ്പെഷ്യൽ ടീമിനെ ഫോം ചെയ്യുകയായിരുന്നു. ഓരോ ടീമിലും 5 ഉദ്യോഗസ്ഥർ വെച്ചിട്ട് 25 ഉദ്യോഗസ്ഥരായിരുന്നു ആ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ പോലീസുകാർ ദർശനയെക്കുറിച്ചും രാഹുലിനെക്കുറിച്ചും കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലെ കോപ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു ദർശന ജനിച്ചു വളർന്നത്. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷുഗർ ഫാക്ടറിയിൽ ഒരു ഡ്രൈവറായിട്ടായിരുന്നു അവരുടെ അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അവരുടേത്. പിന്നെ ഈ ഒരു രാഹുലിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഈ ദർശൻ ഇടക്കിടക്ക് മാമൻ്റെ വീട്ടിലോട്ട് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്തായിരുന്നു രാഹുലിൻ്റെ വീട്. അപ്പോൾ അങ്ങനെയാണ് രാഹുലിൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഇവർ കണക്റ്റ് ആകുന്നത്. പിന്നെ ഈ രാഹുലും അതുപോലെ തന്നെ ദർശനയും ചെറുപ്പത്തിലെ തുടങ്ങിയ ഒരു സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവരൊരു കോളേജിലൊക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ചെറുപ്പത്തിലെ തുടങ്ങിയിട്ട് ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു.
ഇവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒരു ഗവൺമെന്റ് ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയുടെ പബ്ലിക് സർവീസ് എക്സാം എഴുതാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. എന്നാൽ കോളേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ദർശനയുടെ വീട്ടിൽ നിന്നും വിവാഹാലോചനകളും മറ്റുമൊക്കെ വരികയാണ്. അതായത് ഇപ്പോൾ മകളുടെ കോളേജൊക്കെ കഴിഞ്ഞു, മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കാം എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ ദർശനയുടെ ഒരു ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു സർക്കാർ ജോലി എന്നുള്ളതായിരുന്നു. അപ്പോൾ വീട്ടിലിനി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാർ പിടിച്ച് കെട്ടിക്കും, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആയിട്ട് നല്ലൊരു ജോലി വാങ്ങണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ദർശന പാരൻസിൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് പൂനെയിൽ പോയിട്ട് കോച്ചിങ്ങും ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം, എന്നിട്ടൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി കല്യാണം എന്നുള്ളത്. അപ്പോൾ പാരൻസ് ആദ്യം അതൊന്നും തീരെ സമ്മതിച്ചില്ല. അപ്പോൾ ദർശന പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ രാഹുലും ഉണ്ട്, ഞങ്ങൾ അവിടെ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് പഠിച്ചോളാം, ഒരേ ട്യൂഷൻ ക്ലാസ്സിൽ, അതായത് ഒരേ കോച്ചിങ് ക്ലാസ്സിൽ പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്, നിങ്ങൾ സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുലും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ പേടിക്കാനൊന്നുമില്ല എന്നുള്ള കാര്യം ദർശന പറഞ്ഞപ്പോൾ അവസാനം ഈ ഫാമിലി മെമ്പേഴ്സ് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പൂനെയിലോട്ട് വണ്ടി കയറുകയാണ്. അവിടെ എത്തി അവർ ഒരു കോച്ചിങ് ക്ലാസ്സിൽ ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തു. രണ്ടുപേരും വേറെ വേറെ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് പോയി സ്ഥിരമായിട്ട് പഠിക്കാനും മറ്റും തുടങ്ങുകയാണ്. ഇവർ രണ്ടുപേരും പൂനെയിൽ താമസിക്കുന്ന സമയത്താണ് രാജ്ഗർ ഫോർട്ട് കാണാൻ പോയതും അതുപോലെ തന്നെ ദർശനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും രാഹുൽ മിസ്സിംഗ് ആവുന്നതും. അങ്ങനെ പോലീസുകാർ ഇവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ, അതേപോലെ തന്നെ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ, ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ, അങ്ങനെ ഒരു ടീം പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ റീസെൻ്റ്ലി ഇവർ ആരെങ്കിലും കൂടുതലായിട്ട് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നോ, അതുപോലെ തന്നെ ഇവർക്ക് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധം ഉണ്ടായിരുന്നോ, അതായത് പല ആംഗിളിൽ പോലീസുകാർ ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ആ ഒരു ഫോർട്ടിലോട്ട് വരുന്ന വഴിക്കുള്ള CCTV വിഷ്വൽസും കാര്യങ്ങളും എല്ലാം തന്നെ അവർ അരിച്ചു പിറക്കുകയായിരുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഫോർട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഒരു ഈ ഫോർട്ടിലോട്ട് പോകുന്ന വഴിയിലുള്ള ഒരു CCTVയിൽ ഇവരുടെ ബൈക്ക് പതിഞ്ഞതായിട്ട് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. ബൈക്ക് ഓടിച്ചിരുന്നത് രാഹുലായിരുന്നു, അതുപോലെ തന്നെ ബാക്കിൽ ഇരുന്നിരുന്നത് ദർശനയായിരുന്നു. ആ കൂളിംഗ് ഗ്ലാസ്, അതുപോലെ തന്നെ ബാഗ്, അതേപോലെ തന്നെ ഇവരുടെ ഡ്രസ്സ്, വൈറ്റ് ഷൂസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് മാച്ച് ആവുകയാണ്. അപ്പോൾ പോലീസുകാർ ഇത് വീണ്ടും അങ്ങനെ നോക്കിയപ്പോൾ വേറൊരു കാര്യം അവരുടെ ശ്രദ്ധയിൽ പെട്ടു. തിരിച്ച് ഇതേപോലെ തന്നെ പോകുന്ന സമയത്ത് രാഹുൽ ഒറ്റയ്ക്കാണ്, അതായത് ബാക്കിൽ ദർശനയില്ല. അപ്പോഴാണ് പോലീസിന് വേറെ ഒരു കാര്യം മനസ്സിലാകുന്നത്. അതായത് ഈ രാഹുൽ ദർശനയെ എന്തോ ചെയ്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി പോയിട്ടുള്ളതാണ്. അപ്പോൾ രാഹുലിൻ്റെ ഫോൺ എപ്പോഴെങ്കിലും ഓൺ ആവുമോ എന്നുള്ള രീതിയിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പോലീസുകാർ മോണിറ്റർ ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ രാഹുലിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ രാഹുലിൻ്റെ ഫാമിലിയും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെയാണ്. അപ്പോൾ കയ്യിലുള്ള പൈസ എന്തായാലും തീർന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പൈസ തന്നെ യൂസ് ചെയ്യണം. ആ ടൈമിൽ ആളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഏകദേശം 80,000 രൂപയുണ്ടായിരുന്നു. അപ്പോൾ ATM കാർഡോ മറ്റോ യൂസ് ചെയ്തിട്ട് ആ പൈസ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ട്രാക്ക് ചെയ്യാമെന്നുള്ള ഒരു തരത്തിൽ പോലീസുകാർ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ATM കാർഡ് യൂസ് ചെയ്തിട്ട് പണം എടുക്കുകയാണ്. അപ്പോൾ പണം എടുത്തത് ഇവിടെ വെച്ചായിരുന്നില്ല, ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. ഉടനെ തന്നെ ഈ മഹാരാഷ്ട്ര പോലീസുകാർ നേരെ ഡൽഹി പോലീസിനെ കോൺടാക്ട് ചെയ്യുകയാണ്. ഇതേപോലെ തന്നെയുള്ള ഒരാൾ അവിടെയുണ്ട്, അയാളെ എന്തായാലും പിടികൂടണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. എന്നാൽ ഡൽഹി പോലീസുകാർ അവിടെ എത്തി നോക്കുമ്പോഴത്തേനും അയാൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ CCTV വിഷ്വൽസും മറ്റുമൊക്കെ നോക്കിയപ്പോൾ അത് രാഹുൽ തന്നെയാണെന്നുള്ള കാര്യം കൺഫേം ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ പോലീസുകാർ വീണ്ടും ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് വേറൊരു സ്ഥലത്ത് ആ ഒരു ഫോൺ ഒന്ന് സ്വിച്ച് ഓൺ ആവുന്നത്. ജസ്റ്റ് 5 മിനിറ്റ് സ്വിച്ച് ഓൺ ആയതിനു ശേഷം പിന്നെ സ്വിച്ച് ഓഫ് ആവുകയാണ്. കൊൽക്കത്തയിൽ വെച്ചിട്ടായിരുന്നു അത് ഓൺ ചെയ്തത്. എന്നാലും ആ ഒരു ടൈമിലും പോലീസിന് അയാളെ പിടികൂടാനായിട്ട് സാധിച്ചില്ല. അടുത്തതായിട്ട് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓൺ ആയത് മുംബൈയിലെ അന്ധേരി ഏരിയയിൽ വെച്ചിട്ടാണ്. ആ സമയത്ത് ലോക്കൽ പോലീസിന്റെ സഹായത്തോടു കൂടിയിട്ട് രാഹുലിനെ പോലീസുകാർ പിടികൂടുക തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഫുൾ സ്റ്റോറി പോലീസിന് മനസ്സിലാകുന്നത്. ഈ രാഹുലും ദർശനയും ചെറുപ്പത്തിൽ തുടങ്ങി ഫ്രണ്ട്സ് ആയിരുന്നു. അതേപോലെ തന്നെ അവർ ചെറുപ്പത്തിൽ തുടങ്ങി പ്രണയിച്ചിരുന്ന ആളുകളുമായിരുന്നു. അപ്പോൾ വീട്ടിൽ കല്യാണവും കാര്യങ്ങളും അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് പൂനെയിലോട്ട് പോകാം, അതിനുശേഷം കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം, പിന്നീട് ഒരു ജോലിയൊക്കെ സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മളുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു അവർ നേരെ പൂനെയിലോട്ട് പോയത്. അവിടെ വെച്ച് അവർ കോച്ചിങ്ങിനൊക്കെ പോയി നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ചു. അങ്ങനെ എക്സാം വന്നു, എക്സാം എഴുതിയിട്ട് ദർശനക്ക് നല്ല റാങ്ക് ലഭിക്കുകയാണ്. ഒരു ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടുള്ള ഒരു പോസ്റ്റും അവർക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഈ രാഹുലിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാമിന് മൂപ്പര് ഫെയിൽ ആവുകയാണ്. അതായത് ജോലിയും കാര്യങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല.
എന്നാലും രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. കാരണം ദർശനക്കെങ്കിലും ജോലി ലഭിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു അവർക്ക്. ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ദർശന നേരെ നാട്ടിലോട്ട് പോവുകയായിരുന്നു. നാട്ടിലോട്ട് പോയി എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് എനിക്കിപ്പോൾ എന്തായാലും ജോലി കിട്ടിയല്ലോ, എനിക്കാണെന്നുണ്ടെങ്കിൽ രാഹുലിനാണ് ഇഷ്ടം, അപ്പോൾ രാഹുലിനെ കല്യാണം കഴിക്കാനാണ് എൻ്റെ തീരുമാനം എന്നുള്ളത് വീട്ടുകാരോട് പറഞ്ഞപ്പോൾ വീട്ടുകാർ എതിർക്കുകയായിരുന്നു. വീട്ടുകാർ പറഞ്ഞു, നിനക്കിപ്പോൾ ഓൾറെഡി നല്ലൊരു ജോലി കിട്ടി, രാഹുലിനാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിയില്ല, ഇനിയിപ്പോൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് അറിയേയില്ല, വെറുതെ നീ അവന് വേണ്ടിയിട്ട് ജീവിതം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. വീട്ടുകാർ പറഞ്ഞത് കേട്ടിട്ട് ദർശനയും ആ ഒരു രീതിയിൽ തന്നെ ചിന്തിക്കുകയായിരുന്നു. അതിനുശേഷം പതിയെ പതിയെ രാഹുലിനെ ഒഴിവാക്കാനായിട്ട് തുടങ്ങുകയാണ്. അതായത് കോളുകളൊന്നും മര്യാദക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് നൈസായിട്ട് ആ രാഹുലിനെ ഒഴിവാക്കുന്ന, അതായത് അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അങ്ങനെ രാഹുൽ ദർശനയോട് എന്താണ് തൻ്റെ കോളുകളും മറ്റും അറ്റൻഡ് ചെയ്യാത്തത്, അതേപോലെ തന്നെ എന്താണ് ഇഷ്യൂ എന്നുള്ളത് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ദർശന സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അതായത് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അച്ഛനോട് അമ്മനോട് കാര്യം പറഞ്ഞു, അവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കുന്നില്ല, അവരുടെ സമ്മതമില്ലാതെ എനിക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളതെല്ലാം തന്നെ പറയുകയാണ്. ഇത് കേട്ട രാഹുലിന് ആകപ്പാടെ ദേഷ്യം വന്നു. എന്നാലും ആ ഒരു ദേഷ്യമൊന്നും ആൾ പുറത്ത് കാണിക്കാതെ എല്ലാം അടക്കി പിടിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു ദർശനയെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ദർശന തീരെ അടുക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യായിരുന്നു. കാരണം രാഹുലിന് ആ സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയാം. ഇനിയിപ്പോൾ ആൾ വീണ്ടും അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സംസാരവും കാര്യങ്ങളും ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവിടെ നിന്ന് എന്തായാലും ദർശന ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തിട്ട് വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ താമസിക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ കാണുന്നത് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ്, അതായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ്. അതെവിടെ വെച്ചായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും പഠിച്ചിരുന്ന ആ ഒരു കോച്ചിങ് സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു. അവിടെ റാങ്ക് കിട്ടിയ എന്താ പറയുക കുട്ടികളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഈ ഒരു ദർശന വന്നതായിരുന്നു. ആ ഒരു ടൈമിൽ രാഹുലും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ വീണ്ടും മീറ്റ് ചെയ്യാണ്. ആ ഒരു ടൈമിലും രാഹുൽ തീരെ ദേഷ്യമൊന്നും കാണിച്ചില്ല, വളരെ സ്നേഹത്തോട് കൂടിയിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. അപ്പോൾ രാഹുൽ പറഞ്ഞു, എന്തായാലും നിനക്ക് റാങ്കും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ, ഇപ്പോൾ എന്തായാലും ജോലിയോ കിട്ടിയല്ലോ, ഇതെന്തായാലും നമുക്കൊന്ന് ആഘോഷിക്കണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് രാജ്ഗർ ഫോർട്ട് വരെ പോയാലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അവസാനം ഈ ഒരു ദർശന അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ജൂൺ 12, 2023 രാവിലെ തന്നെ ഇവർ രണ്ടുപേരും ആ ഒരു ഫോർട്ടിലോട്ട് പോവുകയായിരുന്നു. രാഹുൽ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു കല്യാണത്തിൻ്റെ കാര്യം വീണ്ടും അവളുടെ അടുത്ത് പറയും, അതിനവൾ സമ്മതിക്കാന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളെ തീർത്ത് കളയണം എന്നുള്ളതായിരുന്നു അയാളുടെ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് ഒരു കത്തിയൊക്കെ വാങ്ങി ആൾ ബാഗിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കംപ്ലീറ്റ് കാര്യങ്ങൾ രാഹുൽ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ ഫോർട്ടിലെത്തി, ഫോർട്ട് മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു. അതിനുശേഷം അവരിങ്ങനെ സംസാരിച്ച് കല്യാണക്കാര്യം വരെ എത്തി സംസാരം. ആ ഒരു ടൈമിൽ ഇതേപോലെ തന്നെ രാഹുൽ വീണ്ടും ദർശനയുടെ അടുത്ത് തന്നെ വിവാഹം കഴിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ദർശന പറ്റില്ല എന്നുള്ള കാര്യം തീർത്ത് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ഇത്രയൊക്കെ ആയപ്പോൾ ആൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. അപ്പോൾ എന്തായാലും ദർശന സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പായപ്പോൾ എന്നെ ചതിച്ച് നീ മാത്രം അങ്ങനെ സുഖമായിട്ട് ജീവിക്കേണ്ട എന്നുള്ളൊരു രീതിയിൽ അയാൾ ആ പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു. കഴുത്ത് ഞെരിച്ച് ബോധം പോയതിന് ശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് തലക്കടിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ആ ഒരു ബോഡി എടുത്ത് നിലത്തോട്ടിട്ടു. അതേപോലെ തന്നെ ബിലോങ്ങിങ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉപേക്ഷിച്ച് ആള് അവിടെ നിന്ന് കടന്നു കളയുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് രാഹുൽ നേരെ ഡൽഹിക്കാണ് പോയത്. പിന്നീട് കൊൽക്കത്തയിലോട്ട് പോയി. അവിടെ നിന്ന് തിരിച്ച് മുംബൈയിലോട്ട് വന്ന ടൈമിലാണ് പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്തത്. ഈ ഒരു വിവരം അറിഞ്ഞ് അക്ഷരാർത്ഥത്തിൽ ഇവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ദർശനയുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, രാഹുലിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും തന്നെ ഷോക്കായി പോവുകയായിരുന്നു. എന്തായാലും ഈ ഒരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാകുന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നത് തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. Stay peaceful guys, stay safe.